ഹലോ കൂട്ടുകാരെ, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ കലാവിരുത് എല്ലാവരുടെയും ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാനും നാട്ടിലെത്തി. മാവിൻ ചോട്ടിലോട്ട് ഓടി. കൂടെ അമ്മയും വന്നു, കുഞ്ഞുങ്ങളും വന്നു. മാവിൻ ചോട്ടിൽ നിറയെ പഴമാങ്ങ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കി പാത്രത്തിലോട്ടിട്ടു. ബാക്കി കുറച്ച് എനിക്ക് പറിക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ പറിച്ചെടുത്തു. എത്ര പെറുക്കിയിട്ടും തീരുന്നില്ലായിരുന്നു. കുറേ എല്ലാം കിളികൾ കൊത്തിക്കളഞ്ഞായിരുന്നു. കുറേയൊക്കെ പിന്നെ കിളികൾ തയ്ച്ചോട്ടിയെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അതിന് മാത്രം പഴമാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയും മാവിൻ്റെ മുകളിൽ കുറേ കിടപ്പുണ്ട്. പക്ഷെ പറിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പറിച്ച് താഴെ വീണ് കിട്ടിയത് അപ്പോൾ തന്നെ കഴുകി അവിടെ ഇരുന്ന് കഴിപ്പും തുടങ്ങി. ക്ഷമ ഇല്ലല്ലോ. അയാൻ എത്ര ആവേശത്തോടു കൂടിയാണ് കഴിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പെറുക്കി എടുത്തുകൊണ്ട് വന്ന് അകത്ത് കൊണ്ടുപോയി കഴുകി കഴിക്കാവുന്ന കാഴ്ചയാണ് കാണുന്നത്. എത്ര കഴിച്ചിട്ടും മതി വരുന്നില്ല. മുറിക്കുമ്പോഴും അമ്മ എനിക്കിതാ എന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നീട് അവർക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ട് പുരട്ടി അത്രയും നേരം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് പിടിച്ചു നിന്നു. എൻ്റെ ഫേവറേറ്റാണ് പഴമാങ്ങ. ലാസ്റ്റ് ഒരെണ്ണം എടുത്ത് വായിലോട്ട് വെച്ചു. ആഹാ, എന്നാ രുചിയായിരുന്നു! എത്ര കഴിച്ചാലും മതി വരില്ല. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം ചക്ക എടുക്കാനായിട്ട് പോയി. ചക്ക എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അമ്മയും കൂടെ വന്നു. ഏത് മുറിക്കണമെന്നുള്ള കൺഫ്യൂഷൻ. മുകളിലൊക്കെ മുഴുവൻ പഴുത്ത് കിടപ്പുണ്ട്. പക്ഷെ മുകളിലൊന്നും പറിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് താഴത്തുനിന്ന് ഒരു വിളഞ്ഞൊരെണ്ണം അമ്മ പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചക്ക പറിക്കുന്നതിൻ്റെ ആ ഗുസ്തിയാണത്. അങ്ങനെ എങ്ങനെയോ ഒരെണ്ണം പറിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും മകന് അത് പൊക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ബഹളം. എന്നാൽ പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ നമ്മൾ കയ്യിലോട്ട് വെച്ച് കൊടുത്തതും കാറാവിൻ്റെ മേത്തോട്ടായി. ഉടനെ തന്നെ അത് തിരിച്ചു വന്നിട്ട് അമ്മ അവനെയും കൊണ്ട് ഓടി. വെളിച്ചെണ്ണ ഉടനെ തേച്ച് അത് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ അമ്മ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ചക്കയുമായിട്ട് അമ്മയുടെ പുറകെ പോയി. കുറച്ചും കൂടെ മാമ്പഴം പെറുക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് ചക്കയും മാങ്ങയുമായിട്ട് അങ്ങ് കൊണ്ടുപോയി. അപ്പോഴത്തേക്കും അമ്മ വെളിച്ചെണ്ണയൊക്കെ തേച്ച് അയാനെ റെഡിയാക്കിയിട്ട് പപ്പരക്കയും കൂടെ പറിക്കാമെന്നും പറഞ്ഞ് വന്നു. അങ്ങനെ അവിടെ നിന്ന് വിളഞ്ഞ 2-3 പപ്പരക്കയും കൂടെ ഞങ്ങളും പറിച്ചു. ഇന്നത്തേക്ക് കുശാലായി. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളാണ് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇതൊക്കെയായിരുന്നു.